ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ 4 പാരഗ്രാഫാണ് നോക്കിയത്. 5-ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദി ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. എ സ്മോൾ കോം ലേ ബിസൈഡ് ദി മിറർ. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കും. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം. അങ്ങനെ ഇപ്പോൾ വരാന്തയിൽ ഞാൻ കാറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, അത്രയും ചൂടാണെന്ന് പറഞ്ഞു, ഹോട്ട് സമ്മർ നൈറ്റാണ് അല്ലേ. അപ്പോൾ വരാന്തയിൽ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കി. പക്ഷേ അയാൾ പറഞ്ഞു വിൻഡ് ഗോഡ്, വായുദേവൻ എന്താണ് അന്ന് അവധിയാണെന്ന് തോന്നുന്നു. കാരണം യാതൊരു തരത്തിലുള്ള ഒരു ഇല പോലും അനങ്ങണ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹി വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം. അവൻ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ കയറുന്നു. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദി ചെയറിൽ ഇരിക്കുകയാണ്. ദെൻ എന്താ സംഭവിച്ചത്? ഹി ഓപ്പൺ ദി ബോക്സ് ബിനീത്ത് ദ ടേബിൾ. ബിനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ, അണ്ടർ എന്നുള്ള അർത്ഥം. അപ്പോൾ ടേബിളിൻ്റെ താഴെയുള്ള ആ ബുക്ക് എടുക്കുന്നു, എന്തോ ഒരു ബോക്സ് എടുക്കുന്നു. ആ ബോക്സിൽ നിന്ന് ഒരു ബുക്ക് എടുക്കുകയാണ്. ബുക്കിൻ്റെ പേര് ദ മെറ്റീരിയ മെഡിക്ക. മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ റെഫറൻസ് ഗ്രന്ഥമാണ്. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയ ഡോക്ടർമാരുടെ മുന്നിൽ ഒരു വലിയ തടിച്ച ബുക്ക് ഇരിക്കുന്നതാണ് അല്ലേ. അവർ അതിൽ നോക്കിയിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അത് ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ മരുന്ന് എന്തിനൊക്കെ കൊടുക്കേണ്ട, അതിൻ്റെ ഡോസേജ് എങ്ങനെയെന്നുള്ളത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ന മരുന്ന്, ഇപ്പോൾ പനിക്ക് പാരസെറ്റാമോളാണ്. അപ്പോൾ ഒരു 15+ ഉള്ള ഒരു കുട്ടി ചെന്നാൽ 650 പാരസെറ്റാമോൾ 650 അല്ലെങ്കിൽ ഡോളോ 650 ഡോസേജ് ഇപ്പം എങ്ങനെയോ 3 നേരം എന്നുള്ളതാണ് കൊടുക്കേണ്ട. അല്ല അതിൻ്റെ ചെറിയ അതിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പാരസെറ്റാമോൾ 500 ആയിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇയാൾ ഹോമിയോപ്പതിക് ഡോക്ടറെ പറഞ്ഞു. ഇപ്പോൾ ഹോമിയോപ്പതിയിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് മെറ്റീരിയ മെഡിക്ക എന്നുള്ളത്. അപ്പോൾ ആ ബുക്ക് എടുത്ത് തുറന്നു നോക്കണം. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദി ലാമ്പ്. വിളക്ക് അവിടെ ഉണ്ട് പറഞ്ഞു. ആൻഡ് എ ലാർജ് മിറർ. മുന്നിലൊരു കണ്ണാടിയുണ്ട്. എ സ്മോൾ കോംബ്. കണ്ണാടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ചീർപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മുന്നിൽ ഞാൻ ബുക്ക് തുറന്നു വെച്ചു. ബുക്ക് ഉണ്ട്, ബുക്കിൻ്റെ മുന്നിലായിട്ട് വലിയൊരു കണ്ണാടിയുണ്ട്, കണ്ണാടിയുടെ അടുത്തൊരു ചീർപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ഇപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര വലിയ സീരിയസ് ആയ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മളുടെ തൊട്ട് മുന്നിലൊരു കണ്ണാടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളതൊന്ന് നോക്കും, വാച്ച് ചെയ്യും അല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് ശരിയല്ലേ, മുടിയൊക്കെ ശരിയാണ്, മുഖമൊക്കെ ശരിയാണ് എന്ന് നോക്കുന്ന ഒരു രീതി ഏതൊരു മനുഷ്യനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ വൺ ഫീൽസ് ടെംപ്റ്റഡ്, പ്രേരണ എന്നുള്ള അർത്ഥം. ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മുടെ അടുത്തൊരു കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായും നമുക്കൊരു പ്രേരണ ഉണ്ടാവും അതിലേക്ക് നോക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ഐ ടുക്ക് എ ലുക്ക്. ഞാനും നോക്കി. ഇൻ ദോസ് ഡേയ്സ്, ആ കാലഘട്ടത്തിൽ, ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അഡ്മിറർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്മിറർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാധകൻ. എന്തിൻ്റെ ആരാധകനാ? ബ്യൂട്ടിയുടെ, അതായത് സൗന്ദര്യ ആരാധകനായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ആ കാലഘട്ടത്തിൽ ഞാൻ സ്വയം വിശ്വസിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. എന്ത്? ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ സ്വയം സുന്ദരനായിരിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിനെന്താ ഒരു കാര്യമുണ്ട്. എന്ത് കാരണത്താൽ അവൻ എപ്പോഴും സുന്ദരനാവണം എന്ന് ആഗ്രഹിച്ചിരുന്നത്? ബിക്കോസ് ഐ വാസ് അൺമാരീഡ്. ഐ ആം ആൻ അൺമാരീഡ് പേഴ്സൺ. എന്താ അൺമാരീഡ്? ബാച്ചിലർ അല്ലേ, കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ്. ആൻഡ് വാസ് എ ഡോക്ടർ. ഞാനൊരു കല്യാണം കഴിക്കാത്ത വ്യക്തിയുമാണ്, മാത്രമല്ല ഞാനൊരു ഡോക്ടറുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം? ഹാൻസം ആയിരിക്കണം. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എനിക്ക് എന്ത് തോന്നി? ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതായത് എൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടണം, ഇങ്ങനെയൊന്നും നടന്നാൽ പോരെ, ഞാൻ കുറച്ചും കൂടി ഒന്ന് സുന്ദരനാവണം, അണിഞ്ഞൊരുങ്ങണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? കണ്ണാടിയിൽ നോക്കി, എന്നിട്ട് തൊട്ടടുത്തുള്ള കോമ്പ് എടുക്കുന്നു. കോമ്പ് എന്ന് പറഞ്ഞാൽ ചീർപ്പെടുത്തു. എന്നിട്ടോ അഡ്ജസ്റ്റിംഗ് ദ പാർട്ടിങ് എന്ന് പറഞ്ഞാൽ വയച്ചിലെടുക്കുക എന്ന് പറയില്ലേ, നമ്മളെ തല വഴച്ചിലെടുക്കില്ലേ, അതന്നെ. അപ്പോൾ തല എന്ത് ചെയ്തു? നന്നായിട്ട് ചീന്തി, മുടിയൊക്കെ നല്ല സൈഡിലേക്കൊക്കെ മാടി ഒതുക്കി ഞാൻ ചീന്തി ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്.
വീണ്ടും ഞാൻ മുകളിൽ നിന്ന് ആ ശബ്ദം ഞാൻ കേൾക്കുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടു. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അപ്പം വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു. ഞാൻ എന്ത് ചെയ്തില്ല, നോക്കിയില്ല. കാരണം എന്താ, ഞാൻ എലികളും ആ റൂം ഷെയർ ചെയ്യല്ലേ, അപ്പം എലികളായിരിക്കാം ആ ശബ്ദം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ വീണ്ടും കണ്ണാടിയിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നു. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്നിട്ട് ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. എന്താ, ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൗസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. എന്നാ ഞാൻ എടുത്ത തീരുമാനം, ഐ വുഡ് ഷേവ് ഡെയിലി, ഞാൻ ദിവസവും ഷേവ് ചെയ്യും. എന്നിട്ടോ, ആൻഡ് ഗ്രോ എ തിൻ മൗസ്റ്റാഷ്. മൗസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ മീശ. ഞാൻ ചെറിയൊരു മീശ വയ്ക്കും മുഖത്ത്. അതായത് ഉള്ളത് ആ കട്ടിയിലുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞൊരു ചെറിയ മീശ വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ സുന്ദരനായിരിക്കാൻ വേണ്ടി. ഐ വാസ് ആഫ്റ്റർ ഓൾ. കാരണം എന്താ, അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഐ ആം എ ബാച്ചിലർ ആൻഡ് ഓൾസോ എ ഡോക്ടർ. ഞാനൊരു അൺമാരീഡ് പേഴ്സൺ ആണ്, കല്യാണം കഴിക്കാത്ത ആളാണ്. മാത്രമല്ല ഞാനൊരു ഡോക്ടറും കൂടിയാണ്. ആ ഒരു കാരണത്താൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഷേവ് ചെയ്യുകയും ഒരു തിൻ മൗസ്റ്റാഷ് വെക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ സുന്ദരനാവാൻ വേണ്ടി. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. വീണ്ടും ഞാൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. വളരെ ഭംഗിയുള്ള ഒരു ചിരിയായിട്ട് എനിക്ക് തന്നെ തോന്നി. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. എന്താ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി ഉലുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഉറച്ച ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു. എന്താ, ഐ വുഡ് ഓൾവേസ് കീപ്പ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എല്ലായ്പ്പോഴും ആ മനോഹരമായ പുഞ്ചിരി എൻ്റെ മുഖത്ത് ഫിറ്റ് ചെയ്യും. മനസ്സിലായോ? എല്ലാവരോടും ചിരിച്ച് ഞാൻ പെരുമാറും. എന്തിനു വേണ്ടിയിട്ടാ? ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ സുന്ദരനാവാൻ വേണ്ടി. കാരണം എന്താ, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് ദ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാനൊരു ബാച്ചിലറാണ്, കല്യാണം കഴിക്കാത്ത ആളാണ്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്ത് വേണം, അത്തരത്തിലൊരു പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടായേ തീരൂ. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. ഓ, വീണ്ടും അതാ ശബ്ദം കേൾക്കുന്നു. ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദി റൂം. ഞാൻ വീണ്ടും എഴുന്നേറ്റു. നോക്കിയില്ല കേട്ടോ, ശബ്ദം കേട്ടോ, നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, എലികളല്ലേ. ഐ ഗോട്ട് അപ്പ് ആൻഡ് ലിറ്റ് എ ബീഡി. ഒരു ബീഡിക്ക് തീ കൊടുത്തുന്നു. ആൻഡ് പേസ്ഡ് മീൻസ് വാക്ക്ഡ്. അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ആ സമയത്ത് മറ്റൊരു ചിന്ത എന്നിൽ കൊളുത്തി വലിച്ചു, അതായത് എന്നിൽ ഉളവെടുത്തു. ഐ വുഡ് മാരി. എനിക്ക് കല്യാണം കഴിക്കണം. I would get married to a woman doctor who had plenty of money and a good medical practice. പെട്ടെന്നാണ് തീരുമാനം വന്നത്. ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോവാ. എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, എങ്ങനത്തെ ആളെ വേണം കല്യാണം കഴിക്കേണ്ടത്? ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ. ഒരു ലേഡി ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണം. വേറൊരു ലേഡി ഡോക്ടർ മതിയോ? പോരാ. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. അവൾക്ക് ധാരാളം സ്വത്തുവകകൾ വേണം. അത് മാത്രം മതിയോ? പോരാ. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. നല്ല അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരിക്കണം. എല്ലാവരും കൺസൾട്ട് ചെയ്യുന്ന, എല്ലാവരും ചെന്ന് പരിശോധിക്കാൻ ചെല്ലുന്ന അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. പിന്നെ എന്താ വേണ്ടത്? ഷീ ഹാഡ് ടു ബി ഫാറ്റ്. നല്ല തടിച്ചുരുണ്ട സ്ത്രീ ആയിരിക്കണം. അപ്പം എന്തൊക്കെയാണ് അയാളുടെ ഡിമാൻഡ്? എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്ന ആരെ വേണം? ഒരു ലേഡി ഡോക്ടറെ തന്നെ വേണം. ലേഡി ഡോക്ടർക്ക് നല്ല പൈസ വേണം. പൈസ മാത്രം പോരാ, നല്ല മെഡിക്കൽ പ്രാക്ടീസ് വേണം. മാത്രം പോരാ, അവൾ എങ്ങനെയായിരിക്കണം? ഫാറ്റായിരിക്കണം, തടിച്ചായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ. അവൾ തടിച്ചായിരിക്കണം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. വാലിഡ് റീസൺ, വ്യക്തമായൊരു കാരണമുണ്ട്. എന്താ? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് നീഡഡ് ടു റൺ അവേ, അപ്പോൾ അവളിൽ നിന്നും ഓടിപ്പോവേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് തല്ലുകൂടിയിട്ട് ഞാൻ ഓടിപ്പോവേണ്ടി വന്നാൽ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ ഓടാനോ എന്നെ പിടിക്കാനോ കഴിയരുത്. അതിന് വേണ്ടിയിട്ടാണ് തടിച്ചായിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കൂടുമ്പോൾ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് എനിക്ക് ഇറങ്ങി ഓടുമ്പോൾ എൻ്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചടിക്കാനുള്ള ഇടവരുത്തരുത്. അതുകൊണ്ടാണ് അവൾ എന്ത് ആവണം എന്ന് പറഞ്ഞാൽ, തടിയുള്ള സ്ത്രീ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ.
മനസ്സിലായോ? ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഹ്യൂമറസ് എലമെന്റ്സ് ഇൻ ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇതൊക്കെ അതിലെ ഹ്യൂമറസ് എലമെന്റ്സ് ആണ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. അങ്ങനെ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പുനരാരംഭിച്ചു മൈ സീറ്റ്. അതായത് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, I began to sit in the chair. ഞാൻ ആ ചെയറിൽ ഇരിക്കാൻ ആരംഭിച്ചു. There were no more sound from above. ഇപ്പം മുകളിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഒരു ഡൾ തഡ്, പട്ടേ എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഏതുപോലെ, ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് താഴ്ത്തിക്കിട്ടാലുണ്ടാവുന്ന ശബ്ദം പോലെ പടേ എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു പെട്ടെന്ന്. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. തീർച്ചയായിട്ടും അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എലികളാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. ഇപ്പോൾ ഒരു എലി വീണതാവും എന്ന് വിചാരിച്ചു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെയാണെങ്കിൽ പോലും ഞാനൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ കേട്ടോ, അല്ലാതെ കുറേ നേരം ആലോചിച്ചിരുന്നിട്ടുള്ള ശബ്ദം കേട്ടു. എന്നാലും ഞാനൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. എന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തലങ്ങട് തിരിക്കുന്നതിന് മുമ്പ് തന്നെ, നോ സൂണർ ഹാഡ് ഐ ടേൺ ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദി ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഞാനിങ്ങോട്ട് തല തിരിക്കുന്നതിന് മുമ്പ് തന്നെ എ ഫാറ്റ് സ്നേക്ക്, ഒരു തടിയൻ പാമ്പ് എന്ത് ചെയ്തു, റിഗിൾഡ് ഓവർ, ചുറ്റി വന്നു, ബാക്ക് ഓഫ് ദി ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ആ ചെയറിൻ്റെ മുകളിൽ കൂടെ കയറി എൻ്റെ ഷോൾഡറിൽ വന്നിരിക്കുന്നു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വേർ സൈമൾട്ടേനിയസ്. ഞാനിങ്ങോട്ട് തിരിയലും ആ പാമ്പ് എൻ്റെ ഷോൾഡറിൽ വന്നിരിക്കലും സൈമൾട്ടേനിയസ്ലി, ഒരേ സമയമായി. സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം, ഒരേ ടൈമിൽ തന്നെയായി. എന്തായിരിക്കും അവസ്ഥ? നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് നമ്മളിപ്പോൾ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് നമ്മളെ മേത്തേക്ക് ഒരു പാമ്പ് കയറി വന്നാൽ നമ്മൾ പേടിച്ചിരുന്ന് ഓടൂലേ? പക്ഷേ അതല്ല സംഭവിച്ചത്. ഇവന് ഐ ഡിഡ് നോട്ട് ജമ്പ്, ഞാൻ ചാടിയില്ല. ഐ ഡിഡ് നോട്ട് ട്രംബിൾ, ഞാൻ ഭയപ്പെട്ടില്ല. ഐ ഡിഡ് നോട്ട് ക്രൈ ഔട്ട്, ഞാൻ കരഞ്ഞുമില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ജീവൻ വേണം അല്ലേ? ഇത് പാമ്പ് കയറി ഉടനെ തന്നെ ഞാൻ എന്തായി? ജസ്റ്റ് ലൈക്ക് എ ക്ലിയർ കട്ട് സ്റ്റോൺ ഇമേജ്, ഞാനൊരു കരിങ്കൽ പ്രതിമയെ പോലെയായി. ഉള്ളിൽ ഹൃദയമിടിപ്പുണ്ട്, ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നല്ലാതെ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല, കരയാനോ ചാടാനോ ഓടാനോ ഒന്നും. ഐ ഡിഡ് നോട്ട് ജമ്പ്, ഐ ഡിഡ് നോട്ട് ട്രംബിൾ, ഐ ഡിഡ് നോട്ട് ക്രൈ ഔട്ട്. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സമയം തന്നെ എനിക്ക് കിട്ടിയില്ല. The snake slithered എന്ന് പറഞ്ഞാൽ ഇഴയുക, along my shoulder and coiled around my left arm above the elbow. എന്ത് ചെയ്തു? അവ അങ്ങനെ ഇറങ്ങി ഇതാക്കി എൻ്റെ ലെഫ്റ്റ് ആമിൽ, എൻ്റെ ഇടത് കയ്യിൽ അത് ചുറ്റിയിരുന്നു. The hood was spread out. ഹുഡ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചാണല്ലേ, പത്തി. അതിങ്ങനെ സ്പ്രെഡ് ഔട്ട്, വിരിച്ചിരുന്നു. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. എൻ്റെ മുഖത്തിൽ നിന്ന് 3-4 ഇഞ്ച് അകലത്തിൽ മാത്രം അതിൻ്റെ തല ഇങ്ങനെ നിൽക്കുന്നു. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സെഡ് ദർ ഹോൾഡിങ് മൈ ബ്രത്ത്. എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ ശ്വാസം പിടിച്ചിട്ടാണ് അവിടെ ഇരുന്നതെന്ന്. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ, കാരണം ഞാനൊരു കല്ലായി മാറിയിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. എന്നാൽ എൻ്റെ മനസ്സ് വളരെയധികം ആക്റ്റീവായിരുന്നു, അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നർത്ഥം. ദ ഡോർ ഓപ്പൺ ഇൻ ടു ഡാർക്ക്നെസ്. വാതിലത് തുറന്നിട്ടിരിക്കുന്നു ഇരുളിലേക്ക്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിലും അതേ ഇരുട്ടാണ് എല്ലായിടത്തും. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്, ആകെ മണ്ണെണ്ണ വിളക്കൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. മാംസമുള്ള ഒരു സ്റ്റോൺ ഇമേജായി, ഒരു കരിങ്കൽ പ്രതിമ പോലെ ഞാൻ അവിടെ ഇരുന്നു. I felt then the great presence of the creator of this world and this universe. ആ സമയത്ത് ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദി ക്രിയേറ്റർ. ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഗോഡ്, ഇവിടെ അർത്ഥം സൃഷ്ടാവ്. ഞാൻ ആ സൃഷ്ടാവിനെ ഓർത്തു, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞാൻ ഓർത്തു. ഈ യൂണിവേഴ്സിനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. ഗോഡ് വാസ് ദർ, ദൈവം ഉണ്ട് അവിടെ. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞത് എന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്.
എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു, ബ്രൈറ്റ് ലെറ്റേഴ്സ്, തിളങ്ങുന്ന അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു, ഓ ദൈവമേ ദൈവമേ രക്ഷിക്കണേ എന്നുള്ള, പിന്നെ സേവ് മീ എന്നുള്ള ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. എൻ്റെ കയ്യിൽ ഒരു ചെറിയ തോതിലെങ്കിലും അവിടെ ഇങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങി. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്, നോ എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ഒരു ഇരുമ്പ് കമ്പി ചുറ്റിയതുപോലെ അല്ല, ഇരുമ്പ് കമ്പി ചുറ്റിയതുപോലെയല്ല, എ മോൾട്ടൺ ഫയർ റോഡ് എന്നാ പറഞ്ഞ. എന്താ, ആ തീയിലിങ്ങനെ ചുട്ട് പഴുപ്പിച്ച ഇരുമ്പ് കമ്പി കൊണ്ട് ചുറ്റിയൊരു പ്രതീതി എനിക്ക് തോന്നി. ഇറ്റ് വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. പതിയെ പതിയെ എന്നാൽ ശക്തമായി എൻ്റെ കയ്യിനെ അതിങ്ങനെ ഞെരിച്ചുകൊണ്ടിരുന്നു, ക്രഷ് ചെയ്തുകൊണ്ടിരുന്നു. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ കയ്യിൽ നിന്നും എല്ലാ ശക്തിയും ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങി. എന്താ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങുക? ചോരുക, ശക്തി ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യേണ്ടത്? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. എൻ്റെ നേരിയൊരു ചലനത്തെ കൊണ്ടുപോലും ആ പാമ്പ് എന്നെ കൊത്തിയേക്കാം. ഡെത്ത് ല്യൂർക്ക്ഡ് 4 inches എവേ. മരണം ല്യൂർക്ക്ഡ് അടുത്തെത്തിയെന്ന്, പതിയിരിക്കുന്നു. 4 inches എവേ, 4 ഇഞ്ച് അടുത്ത്, അതായത് 4 അടിയോളം വിട്ടാൽ വെറും 4 ഇഞ്ചിൻ്റെ അടുത്ത് എൻ്റെ മരണം കാത്തിരിക്കുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, അഥവാ അത് കൊത്തുകയാണെങ്കിൽ, വാട്ട് വാസ് ദ മെഡിസിൻ? എന്ത് മരുന്നാണ് ഞാൻ കഴിക്കേണ്ടത്? ദർ വെർ നോ മെഡിസിൻ ഇൻ ദ റൂം. കഷ്ടം, ഞാനൊരു ഡോക്ടറാണ്. ബട്ട് ദർ വെർ നോ മെഡിസിൻ ഇൻ ദ റൂം. ഈ റൂമിൽ ഒരു തരത്തിലുള്ള മെഡിസിനും ഇല്ല, ഒരു മരുന്നുമില്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഓ, ഞാൻ എന്തൊരു പാവപ്പെട്ട വിഡ്ഢിയായ പൊട്ടനായ ഡോക്ടർ. ഇത്രയും മണ്ടനും വിഡ്ഢിയും കഴിവുകെട്ടവനുമായ ഡോക്ടർ ഈ ലോകത്തുണ്ടാവില്ല. ഐ ഫോഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ ഈ അപകടത്തെയൊക്കെ അല്പനേരത്തേക്ക് മറന്ന് ദയനീയമായി ഒന്ന്, ഫീബ്ലി ദയനീയമായി ഞാനൊന്ന് പുഞ്ചിരിച്ചു. എന്താ സംഭവിച്ചതെന്നറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ എന്നാണ് പറയുന്നത്. ഓക്കെ.